ഈ ആഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന ഒരു പരിപാടിയാണ് എന്നുള്ളത്. അത് ഉറപ്പല്ലേ. അത് എനിക്ക് തോന്നുന്നു ഈ ഫുട്ബോളിലാണെങ്കിൽ ഇതുവരെ ഇങ്ങനെ ആഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടില്ല. ചൂട് കാരണം എന്നാണ് പറയുന്നത്, പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു ചൂട് കാരണം അത് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും. ലാസ്റ്റ് ഇയറിൽ ആഡ് റവന്യൂ അല്ലെങ്കിൽ ലാസ്റ്റ് വേൾഡ് കപ്പിലെ ആഡ് റവന്യൂ 7.5 to 7.6 ബില്യൺ ആണ്. സോ എല്ലാവർക്കും 23ാമത്തെ എപ്പിസോഡിലേക്ക് വെൽക്കം ബാക്ക് നമ്മുടെ കട്ടൻ ചായ ഡബിൾ ഡബിൾ പോഡ്കാസ്റ്റ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അഗെയിൻ ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സാണ്. കറണ്ടായിട്ട് നടക്കുന്ന കുറച്ച് അഫെയർസ്, ഫിലോസഫീസ്, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നുന്ന കുറേ ടോപ്പിക്കുകൾ, അപ്പോൾ അതിലൊക്കെ നമ്മുടെ തോട്ട്സ് ഒപ്പീനിയനൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ചെറിയ പോഡ്കാസ്റ്റാണ്. ഞങ്ങൾ ബൈ ദ വേ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സാണ് ഇനി നമ്മളപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ ആയിരുന്നു വരുന്നത്. അപ്പോൾ ഈ ഡിസ്കഷനിൽ നിങ്ങൾക്കും ഇങ്ങനെ പങ്കാളികളാണ്, നിങ്ങളുടെ ഞങ്ങളും ഇവോൾവ് ആയി വരുന്നുള്ളൂ നമ്മുടെ തോട്ട്സും സംഭവം. സോ ഒബ്വിയസ്ലി എന്തെങ്കിലുമൊക്കെ കമൻസും സംഭവം ഈ വീഡിയോ കഴിയുമ്പോൾ ഉണ്ടെങ്കിലും എന്തായാലും അത് ഷെയർ ചെയ്യണം. സോ ദാറ്റ് വി ക്യാൻ ഓൾസോ ഇംപ്രൂവ് ഓൺ ദാറ്റ്. നമ്മുടെ വേൾഡ് കപ്പിൽ ഡ്രിങ്ക്സ് ബ്രേക്ക്, ഇപ്പോൾ ഈ വേൾഡ് കപ്പ് ഈ 2026 സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും ഒരു ഫ്രണ്ട് ലൈനിലേക്ക് കയറി വരുന്നൊരു ടോപ്പിക്കാണ് ലൈക്ക് ഈ എന്താ പറയുക, ഈ ഡ്രിങ്ക്സ് ബ്രേക്കിൻ്റെ ലൈക്ക് അത് ഇച്ചിരി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമോ, വേറെ രീതികളിൽ ചെയ്യാൻ പറ്റുമോ? കാര്യം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ജിമ്മിലായിരുന്നു, ഞാൻ ടി വിയിൽ ആ ഒരു ക്ലിപ്പ് കണ്ടപ്പോഴത്തേനും എനിക്കൊന്ന് ഡ്രിങ്ക്സ് ബ്രേക്കിൽ ഞാൻ ഓർത്ത് അത് പണ്ടത്തെ വല്ല ഹൈലൈറ്റ് കാണിച്ചാണ് ഒരു ഡൗട്ടുണ്ട്. കാര്യം ഞാൻ ടി വി കണ്ടു തുടങ്ങിയപ്പോൾ മുതൽ എന്തോ ഒരു വലിയ തല്ല് നടന്നുകൊണ്ടിരിക്കുന്നു, ആൾക്കാരെ അങ്ങോട്ട് കയറുന്നു ഇങ്ങോട്ട് ഇരുന്ന് പിടിക്കുന്ന സംഭവങ്ങൾ. എനിക്കറിയത്തില്ല ആ ടോപ്പിക്ക് കൊണ്ടാണോ ഈ ടോപ്പിക്ക് ഇവൻ ഇട്ടേക്കുന്നതെന്ന്. ബട്ട് ദെൻ ഞാനത് ടി വി കണ്ടായിരുന്നു. ബട്ട് ദെൻ പിന്നെ ആ ഒരു ടോപ്പിക്ക് ഇട്ടു. അപ്പോൾ ഈ ബേസിക്കലി ടോപ്പിക്ക് തോട്ട്സ് ഓൺ ഡ്രിങ്ക്സ് ബ്രേക്ക് ഡ്യൂറിങ് വേൾഡ് കപ്പ്, അതാണ് ടോപ്പിക്ക്. ഇപ്പോൾ ഇത് ഈ ടോപ്പിക്ക് എന്താ സംഭവം എന്തത്? എടാ, സോ നമ്മുടെ വേൾഡ് കപ്പിൽ ഇതുവരെ അങ്ങനെ ഡ്രിങ്ക്സ് ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പം നമ്മൾ ഇപ്പോൾ നമ്മുടെ സൗദി അറേബ്യ അവിടുത്തെ ലീഗിലൊക്കെ നോക്കുമ്പോൾ അവർക്കുണ്ട് ഡ്രിങ്ക്സ് ബ്രേക്ക് ഉണ്ട്. അതായത് ഈ ഡ്രിങ്ക്സ് ബ്രേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഹൈഡ്രേഷന് വേണ്ടിയാണ്. ഇപ്പോൾ ഈ വേൾഡ് കപ്പിൻ്റെ റൂൾ അനുസരിച്ച് ആദ്യത്തെ ഹാഫിൽ 24 ഇല്ലെങ്കിൽ 27 മിനിറ്റിനുള്ള ഒരു ഡ്രിങ്ക്സ് ബ്രേക്ക് ഉണ്ടാവും. സെക്കൻഡ് ഹാഫിൽ ഒരു 60 അല്ലെങ്കിൽ 65 മിനിറ്റിൽ ഒരു ഡ്രിങ്ക്സ് ബ്രേക്ക് ഉണ്ടാവും. സോ അപ്പോൾ ആ ഒരു സാധനം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്ലേയേഴ്സിന് അവർക്ക് ഹൈഡ്രേഷന് വേണ്ടി, അവർ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്ന സാധനം ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ. പക്ഷേ എടുത്ത് നിൽക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇതിൻ്റെ ഇടയ്ക്കാണ് ഇവർ ഈ ആഡ് റൺ ചെയ്യുന്നത്. അപ്പോൾ ആഡ് റൺ ചെയ്യുന്നതിൻ്റെ ഈ വർഷത്തെ ടാർഗറ്റഡ് അവർ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്ന ഏകദേശം ഒരു ഓൾമോസ്റ്റ് 11 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ആഡ് റവന്യൂ വെച്ച് വേൾഡ് കപ്പ് ഉണ്ടാക്കിയതിൽ ഏറ്റവും കൂടുതൽ എമൗണ്ടാണ് അത്, 11 ബില്യൺ എന്ന് പറയുന്നത്. സോ അപ്പം മെയിനായിട്ട് പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കളി ഒരു ഫ്ലോയിൽ പൊക്കോണ്ടിരിക്കുക, നല്ലൊരു ഫ്ലോയിൽ പൊക്കോണ്ടിരുന്നപ്പം ഇടയ്ക്ക് ഡ്രിങ്ക്സ് ബ്രേക്ക് വന്നു. അത് ആ കളിയുടെ ഫുൾ റിതത്തെ ബാധിക്കുക. സോ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇപ്പം ഇവർ ഈ പ്ലേയേഴ്സ് എല്ലാവരോടും കൂടുന്നു ആ ഒരു ബ്രേക്കിൻ്റെ സമയത്ത്, അവർക്കപ്പം തന്നെ അവരുടെ ടാക്ടിക്സും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാം. കാരണം മറ്റൊരു കളി ടീമിൻ്റെ ഒരു 24 മിനിറ്റ് വരെയുള്ള കളി ഒബ്സർവ് ചെയ്തു അവർ നല്ല ബിൽഡപ്പിൽ പൊക്കോണ്ടിരിക്കുക. സോ അപ്പോൾ ബേസിക്കലി ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ടാക്ടിക്സ് മാറ്റാം. ഓക്കെ, അവരിങ്ങനെ കളിക്കും, നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ പിടിക്കുക എന്നുള്ള രീതിയിലൊക്കെ മാറ്റാം. അപ്പം അതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ കുറേ കംപ്ലയിൻറ്റ്സ് പറയുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ആവശ്യമില്ല. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ചീത്ത ക്ലൈമറ്റുള്ള സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. US ഒക്കെ പോയി ഉണ്ട്. പക്ഷെ എന്നാലും ഇതുവരെ ആൾക്കാർ കളിച്ചതിൽ എനിക്ക് തോന്നുന്നില്ല എക്സ്ട്രീം ക്ലൈമറ്റിൽ ഇതുവരെ ആരും കളിച്ചിട്ടുണ്ടെന്ന്, ഇതുവരെ നടന്ന വേൾഡ് കപ്പ് മാച്ചസ്. സോ അപ്പോൾ അതിനിടയ്ക്ക് ഈ ഹൈഡ്രേഷൻ ബ്രേക്ക് എന്ന് പറയുന്നത് അനാവശ്യമായൊരു സാധനമാണ്. നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ വ്യൂസിനോട് ആരെങ്കിലും യോജിക്കുന്നുണ്ട്? അതായത് കളിയുടെ ആ ഒരു ഇതിനെ തടസ്സപ്പെടുത്തുന്നു, അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ ഈ ആഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന ഒരു പരിപാടിയാണ് എന്നുള്ളതിനെ കുറിച്ച് അത് ഉറപ്പല്ലേ. അത് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ വർഷത്തെ ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് ഒക്കെ ഫോക്സ് എൻ്റർടൈൻമെൻറ്റിനാണ്. അപ്പോൾ അവരാണെങ്കിൽ ഇത് $500 million എന്നാണ്ട് കൊടുത്ത് അതിൻ്റെ റൈറ്റ്സ് മേടിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് എന്തായാലും ലൈക്ക് 4 ക്വാർട്ടർ, അവർക്കാണെങ്കിൽ US എല്ലാ സ്പോർട്ടിനും ഈ ബ്രേക്ക് ഉണ്ട്. കാരണം അവർക്ക് ആഡ് റൺ ചെയ്യണം, ആഡ് കാണിച്ചാലേ അവർക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ ആണ് ആഡ്. അപ്പോൾ ഫുട്ബോളിലാണെങ്കിൽ ഇതുവരെ ഇങ്ങനെ ആഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടില്ല. സാധാരണ ഹൈഡ്രേഷൻ ബ്രേക്ക് കൊടുക്കും. ഹൈഡ്രേഷൻ ബ്രേക്ക് കൊടുക്കുമ്പോഴും നമ്മളെ കളിയെ കാണിക്കുന്നത് ലൈക്ക് പ്ലേയേഴ്സ് വെള്ളം കുടിക്കുന്നതും അവിടെ ടീമിൻ്റെ ചാറ്റും അതൊക്കെ കാണിക്കുന്നത്, അല്ലാതെ ആഡൊന്നും ഇവിടെ കാണിക്കത്തില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രേഷൻ ബ്രേക്ക് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ സ്ക്രീനിൽ നിന്ന് വേറെ ഏതെങ്കിലും ആഡൊക്കെ കൊണ്ടുവരും. അത് ആ ഫ്ലോയെ പോകും. കാരണം മെഗ്ഡിയെ കൊണ്ടൊത്തിരി ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ കളിച്ച് വരുമ്പോഴായിരിക്കും ഇന്ന സമയമാകുമ്പം ചിലപ്പോൾ അത്യാവശ്യം നല്ലൊരു ബ്രേക്കൊക്കെ നടന്നുകൊണ്ടിരിക്കും, ലൈക്ക് പുഷൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ബ്രേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ കളിയുടെ മൊത്തം ഫ്ലോ ആവും. പിന്നെ കുറച്ച് ചൂടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും പോട്ടെന്ന് പറയാം. അവിടെ ആണെങ്കിൽ 10, 23, 25 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉള്ളൂ. അതിലൊക്കെ ഇവർക്ക് നല്ല സുഖമായിട്ട് കളിക്കാവുന്നേ ഉള്ളൂ. മെക്സിക്കോയിലൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ US പാർട്സിലും ഉണ്ട് ടെമ്പറേച്ചർ സീനുള്ളത്. പക്ഷെ എന്നാലും ഇപ്പോൾ കളിക്കുന്നിടത്തൊന്നും ഇതുവരെ ഒരു ആവശ്യമില്ല. ഇവിടെ എന്താ ആവശ്യം? ഇവിടെ ടൊറോണ്ടോയിലാണെങ്കിലും ഒരു ആവശ്യമില്ല. ഹൈഡ്രേഷൻ ബ്രേക്ക് വെള്ളം കുടിക്കേണ്ട ആവശ്യമൊന്നും അവർക്കില്ല. അവർക്കാണെങ്കിൽ യൂസ്ഡ് ആണ് ഇതൊക്കെ, അവർക്ക് ഇതൊക്കെ കുഴപ്പമില്ല. വേറൊരു ഫണ്ണി സാധനം നിങ്ങൾ കണ്ടായിരുന്നു, നമ്മുടെ മറ്റേ ലിവൈസിൻ്റെ ഒരു സ്റ്റേഡിയം ഉണ്ട് കാലിഫോർണിയയിൽ. സോ അപ്പം ഇപ്രാവശ്യം അവർ അവിടെ കളി വെക്കാൻ വന്നപ്പോൾ അവർ പറഞ്ഞു ലിവൈസിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, ലിവൈസ് സ്റ്റേഡിയം എന്ന്. സോ അപ്പോൾ ലിവൈസിന് എഴുതിയേക്കുന്നത് മറച്ചു വെക്കണമെന്ന് പറഞ്ഞു. അതെല്ലായിടത്തും അങ്ങനെ ഒറ്റ ആഡും പറ്റത്തില്ല. ലിവൈസ് സ്റ്റേഡിയം, മെർസിഡീസ് ബെൻസ് സ്റ്റേഡിയം ഒന്നും പറ്റത്തില്ല, ഒറ്റ ആഡും. പക്ഷേ അപ്പോൾ ലിവൈസ് ചെയ്ത് കണ്ടായിരുന്നു അവർ അതിനെ ഒരു വെള്ള തുണി വെച്ച് മറച്ചു.
അപ്പോൾ ലിവൈസിന് എഴുതി നമുക്ക് കാണത്തില്ല. എന്നിട്ട് ആ മറച്ചപ്പോൾ ഇരുന്ന സാധനം എടുത്തിട്ട് അവർ കൊണ്ടുപോയി അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒഫീഷ്യൽ ലോഗോ ആയിട്ട് ഇട്ടു. സോ അപ്പോൾ എനിക്കൊന്ന് ബേസിക്കലി ഇപ്പോൾ അവർക്ക് കുറച്ചും കൂടെ കൂടുതൽ മാർക്കറ്റിംഗ് ആയി. അപ്പോൾ അതിപ്പോൾ ആരോടും പറയേണ്ട ആവശ്യമില്ല, അത് ലിവൈസില്ല. പക്ഷെ അത് ഫിഫയുടെ ഇതാ സ്റ്റേഡിയത്തിനകത്ത് ഫിഫ പറയുന്ന ആഡ് അല്ലാതെ ഒരു ആഡും പറ്റത്തില്ല. ഒറ്റ ഇതും പറ്റില്ല. അവർ കാണിച്ച ആ ബുദ്ധിയപ്പോൾ അടിപൊളിയാണ്. സ്റ്റേഡിയത്തിന്റെ പേര് വരെ മറക്കണം. സ്റ്റേഡിയത്തിന്റെ പേരിൽ ഏതെങ്കിലും ഇപ്പോൾ ചില മെർസിഡീസ് ബെൻസ് ഉണ്ട്, AT&T ഉണ്ട്, അതൊന്നും പറ്റത്തില്ല, എല്ലാം മറച്ചു വെക്കണം. അത് ഇത്ര ഫേവറബിൾ ആയിട്ടുള്ള ആഡും കാര്യങ്ങളും മാത്രമേ അവർ റൺ ചെയ്യാൻ സമ്മതിക്കുന്നുള്ളൂ. അതിന്റെ കൂട്ടത്തിൽ പോരാഞ്ഞിട്ട് ഒരു ഹൈഡ്രേഷൻ. ഇത് ഈ വർഷത്തെ ഇത് അതെന്തോ ഭയങ്കര ഇതായിട്ടാണ് തോന്നുന്നത്. അമേരിക്കയുടെ ഒരു IPL ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ IPL ഓൾറെഡി ഉണ്ട് സ്ട്രാറ്റജിക് ടൈം ഔട്ട് എന്ന് പറഞ്ഞിട്ട്. IPL ഈ ഒരു കളിക്കിടയ്ക്ക് കുറെ ടൈം എടുക്കുന്നത് 2 ഉണ്ട്. ഒരു ഇന്നിങ്സിൽ 2 എനിക്കുണ്ട്. അങ്ങനെ ടോട്ടൽ ആദ്യത്തെ 10 ഓവറിൽ ഒരെണ്ണം, പിന്നെ അതിന്റെ അടുത്ത് 10 ഓവറിൽ ടോട്ടൽ ഒരു 40 ഓവർ വരുമ്പോഴത്തേന് അതിൽ 4 സംഭവം വരും. അതിൽ ഇതുപോലെ സെയിം സംഭവം, അതിന് സ്ട്രാറ്റജിക് ടൈം ഔട്ട് എന്ന ഒരു പേരിട്ടു. ടീമുകൾ സ്വന്തം സ്ട്രാറ്റജി മാറ്റാനായിട്ട് അത് സംഭവം ഓൾറെഡി ഉപയോഗിക്കും. കാരണം ആൾക്കറിയാം ഈ ഒരു സമയം ഇങ്ങനെ വരും എന്നുള്ളത്. അല്ല, IPL ഇപ്പോൾ പുതിയ കുറെ വന്നിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എന്തോ ഇമ്പാക്ട് സംഭവം. പക്ഷെ അങ്ങനെ ആഡ് കാണിക്കൂ പ്ലെയർ സ്ട്രാറ്റജിക് ടൈം ഔട്ട് എന്ന് വെച്ചാൽ എനിക്കൊന്ന് ആഡ് കാണിക്കും. 2 മിനിറ്റ് ആഡ് ആയിരിക്കും. അവസാനത്തെ എനിക്കൊന്ന് ആദ്യത്തെ ഒരു 10 സെക്കൻഡ്, അവസാനത്തെ 10 സെക്കൻഡും കളി കാണിക്കും. 10, 9, 8, 7 കൗണ്ട് ഡൗൺ ഉണ്ടോ, അത്രേ ഉള്ളൂ. സെയിം സംഭവം. ഇതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ആഡും സംഭവങ്ങൾ കാണിക്കുക, അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്ന കളി അതെനിക്ക് തോന്നുന്ന വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഒബ്വിയസ്ലി ആൾക്കാർ ഡിസൈഡ് ചെയ്യും. ഇതുപോലെ ആ സമയത്ത് എത്ര വ്യൂവർഷിപ്പ് ഉണ്ട്, അതുകൊണ്ട് ആൾക്കാർ എനിക്ക് വേൾഡ് കപ്പിനുള്ള ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അത് വെച്ച് കളി കാണാതിരിക്കത്തില്ല. കളി കാണുന്നില്ല. ഞാൻ ആഡ് വരുമ്പോൾ അന്നേരം ഓഫ് ചെയ്തിട്ട് തിരിച്ചു വരും. കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തിരിച്ചു വരും. ഞാൻ ആടൊന്നും കാണത്തില്ല. എനിക്ക് ആൾക്കാർ നിർത്തി പോകുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ ആ നടന്നുകൊണ്ടിരുന്ന ആ മാച്ചിന് ഇമ്പാക്ട് ചെയ്യുന്ന കാര്യമാണ്. ആ ഫ്ലോ അങ്ങ് പോകും. അത് കാരണം ഇത് ഓൾറെഡി ഹാഫ് ടൈം ഉണ്ട്, 45 മിനിറ്റ് ഒരു ഹാഫ് ടൈം ഉണ്ട്. ഇപ്പൊ ഈ ഫുട്ബോളിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം റൂൾസ് ഇപ്പൊ മാറിയത്. ഓൾറെഡി വാർ വന്നു, പിന്നെ എന്താ എക്സ്ട്രാ ടൈം എന്നുള്ള സാധനങ്ങൾ കൂട്ടി. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഹൈഡ്രേഷന്റെ ബ്രേക്ക്, ഒത്തിരി ഫുട്ബോളിന്റെ ഒരു കാര്യങ്ങൾ മാറുന്നുണ്ട്. അതൊക്കെ അനാവശ്യം. ഓക്കെ, വാർ പിന്നെ നമുക്കൊരു പരിധി വരെ മനസ്സിലാക്കാം, അതിലും ഡിബേറ്റബിൾ ആണ്. പക്ഷെ എന്നാലും ഓക്കെ, കളിയുടെ ഒരു ഇതിനെ മാറ്റുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്കറിയില്ല ഹൈഡ്രേഷൻ ബ്രേക്ക്, അതും ബോളിനകത്ത് വരെ മൊത്തം സെൻസറാ. ബോളിൽ ഓരോ മൂവ്മെന്റ്സും ട്രാക്ക് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. ഭയങ്കര കുറെ കൂടെ പ്രിസൈസ് ആയിട്ട് ഇപ്പൊ എല്ലാം കാണാനൊക്കെ പറ്റും. ഓഫ് സൈഡ് ഒക്കെ ആണെങ്കിൽ എല്ലാം കുറെ കൂടി ആ സിസ്റ്റം ഒക്കെ പിന്നെ നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ അതിപ്പോ ഇത് പോകും, ആ ഒരു ഹ്യൂമൻ ടച്ചങ്ങ് പോകും. നേരത്തെ റെഫറി തീരുമാനിക്കും. റെഫറി നോക്കുമ്പോൾ ഓക്കെ ആണെന്ന് നോക്കിയാൽ ഓക്കെ. ഇപ്പം എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ഒരു മുടിയൊക്കെ ഓഫ് സൈഡ് അവിടെ നോക്കും. ജസ്റ്റ് ഒരു കൈയുടെ അറ്റമൊക്കെ ഓഫ് സൈഡ് ആണെങ്കിൽ അത് ഓഫ് സൈഡ്. അത് ഇപ്പോഴും റെഫറികളുടെ കയ്യിൽ എന്ത് വാറുണ്ടെങ്കിലും അവരിലും പവറുണ്ട് കേട്ടോ. അത് വേറെ കാര്യമാണ്. അത് പറയാൻ റെഫറി തീരുമാനിക്കും. അതിൽ വേറെ ഇതൊന്നുമില്ല. വാറും റെഫറി തന്നെയാണ് നോക്കുന്നത്. പക്ഷേ ഇത് എത്ര മിനിറ്റിന്റെ ബ്രേക്ക്? ഇത് 2 മിനിറ്റ്, 2 to 3 minutes. ഈ കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞ സാധനം 2014 ഉണ്ടായിരുന്നില്ലേ ബ്രസീൽ കൂൾ ഓഫ് വേൾഡ് കപ്പ്? മാൻഡേറ്ററി അല്ലായിരുന്നു. അത് വേറെയാണ്. കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞ സംഭവം വേറെയാണ്. ഈ ചൂടിന് തന്നെ ബ്രേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് മാൻഡേറ്ററി അല്ലായിരുന്നേ ഉള്ളൂ. 32. പക്ഷെ അവിടെ എന്താ പറഞ്ഞത്, ഈ സാധനം ഇടയ്ക്കൊന്നും മാൻഡേറ്ററി ആക്കിയായിരുന്നു. ഈവൻ ചാമ്പ്യൻസ് ലീഗിലാണല്ലോ എനിക്ക് തോന്നുന്നു മറ്റേ കോവിഡിന്റെ സമയത്തുണ്ടായിരുന്നു. പക്ഷെ അന്നേരം നമുക്ക് റിക്വയർമെന്റ് മനസ്സിലാവും. ഇപ്പോഴാണല്ലോ ഇവര് ചൂട് കാരണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു ചൂട് കാരണം അത് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും. ഒറ്റയടിക്ക് കാണുമ്പോൾ തന്നെ ഹൈഡ്രേഷൻ പ്ലേയേഴ്സിനെ ഓൾറെഡി കളിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഈ അത്രയും മഞ്ഞ് വീഴുന്ന ഇവിടെ ഈ കാനഡയുടെ കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ളിടത്ത് കളിപ്പിക്കുന്നത്, മഞ്ഞ് മഴ എല്ലാം കളിക്കുന്ന മഴ, അത്രയും ചൂട്. സൗദിയിലൊക്കെ മറ്റേ നമ്മുടെ ലീഗൊക്കെ നോക്കി കഴിയുമ്പോൾ അവിടെ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് 40-45 എപ്പോഴും ടെമ്പറേച്ചർ. പക്ഷെ ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നപ്പോൾ അവിടെ പക്ഷേ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നാ പറയുന്നത്. സ്റ്റേഡിയം ഫുള്ള് AC. ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായി. ഇപ്പൊ ഇല്ല, ഈ വേൾഡ് കപ്പിൽ ഇല്ലെന്നാ തോന്നുന്നു. ഞാൻ എവിടെ കണ്ടു ഈ വേൾഡ് കപ്പിൽ കറന്റ് ഏതോ ഒരു സ്റ്റേഡിയത്തിൽ, അല്ല കുറച്ച് സ്റ്റേഡിയങ്ങളിൽ ആ ഒരു സെറ്റപ്പ് ഉണ്ട്. പക്ഷെ എനിക്ക് എല്ലാ സ്റ്റേഡിയത്തിന്റെ റൂഫ് അടയ്ക്കാൻ പറ്റത്തില്ലല്ലോ. റൂഫ് അടയ്ക്കാൻ പറ്റുന്നതിനകത്തൊക്കെ സോ അപ്പോൾ അതാ പറഞ്ഞത്, ഈവൻ അങ്ങനെയുള്ളിടത്താണെങ്കിലും ഈ ഒരു സാധനത്തിന്റെ ആവശ്യം വരുന്നില്ല, ഹൈഡ്രേഷൻ ബ്രേക്കിന്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെയുള്ളടത്താണ്. പക്ഷേ ആ സെറ്റപ്പ് ഇല്ല. പക്ഷെ ഇത് മാൻഡേറ്ററി ആക്കുന്നതിലാണ് എൻ്റെ ഒരു ഇത്. എന്തിനോണ്ടാണ് ഇത് മാൻഡേറ്ററി ആക്കുന്നത്? ഇവിടെ 32 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്ന ബ്രസീലിൽ പോലും മാൻഡേറ്ററി ആക്കിയിരുന്നില്ല. ഇവിടെ 24 ഞാൻ അതാ പറഞ്ഞത്, ആ സമയത്തെ എനിക്ക് തോന്നുന്നു ഒരു ആഡ് റവന്യൂ എന്ന് പറയുന്നത് അറൗണ്ട് ചിലപ്പോൾ 4-5 ബില്യൺ ആയിരിക്കും. 2014 എനിക്ക് 2022 7.5 ബില്യൺ ആയിരുന്നു ആഡ് റവന്യൂ. ഇപ്രാവശ്യം അവർ ടാർഗറ്റ് ചെയ്തേക്കുന്നത് ബില്യൺ ആഡ് റവന്യൂ, ആഡിൽ നിന്ന് ജനറേറ്റ് ചെയ്ത റവന്യൂ. ഇവർ ഈ ആഡ് റൺ ചെയ്യുമ്പം ആഡ് റൺ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് ഇവർ പൈസ മേടിക്കുന്നുണ്ടല്ലോ ഫിഫ. അതിന്റെ റവന്യൂവിന്റെ കാര്യമാണ് പറഞ്ഞത്. ആ ബ്രാൻഡുകൾ ഈവന് നമ്മുടെ ആ കളി നടക്കുമ്പോൾ ആ സൈഡിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് പോകത്തില്ലേ, അത് അവിടെ കാണിക്കുന്നതിന് ഇവർ കാശ് മേടിക്കുന്നുണ്ട്. അതേ ഉള്ളൂ ആഡ്.
അതുണ്ട്. നീ എന്താ പറയാ, കറന്റ്ലി ലാസ്റ്റ് ഇയറിൽ ആഡ് റവന്യൂ അല്ലെങ്കിൽ ലാസ്റ്റ് വേൾഡ് കപ്പിലെ ആഡ് റവന്യൂ 7.5 to 7.6 ബില്യൺ ആണ്. ഈ ഇയറിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് 2.8 ബില്യൺ ഹയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 10 ബില്യൺ. കേട്ടോ അവൻ സൽസലാദിൻ ഓക്കെ. സോ അതാണ് ആസ് പെർ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഏകദേശം ഒരു 50% ഇൻക്രീസ്. അവന് റിപ്ലൈ കൊടുക്കണമല്ലോ. എന്താ പറഞ്ഞേ ബ്രോ സലാഹുദ്ദീൻ ബ്രോ എനിക്ക് തോന്നുന്നു US വളർന്ന ആളുകൊണ്ട് ആയിരിക്കും ബ്രോയ്ക്ക് ഇത് അൺബെയറബിൾ ആയിട്ട് തോന്നുന്നത്. പക്ഷേ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തെ ഇവരുടെ ഫിസിക് എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് ഇതൊക്കെ പുല്ലുപോലെ നേരിടാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇവർക്ക് ഇതൊന്നും ഒന്നുമല്ല. ഇവർക്ക് ഇതിൻ്റെ അപ്പുറത്തെ കണ്ടീഷൻസ് കളിക്കുന്നവരെ ഇവർക്ക് ഇത് ഒബ്വിയസ് ആവും. ലൈക്ക് ഇത് കാശിന് വേണ്ടി ഉള്ളതെന്ന് ആർക്കും കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ ഒരാവശ്യമില്ലാത്ത സാധനമാണ് ഹൈഡ്രേഷൻ. പക്ഷേ അത് ഒബ്വിയസ്ലി സോ ബ്രോ സമ്മതിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ പറയുന്നതിനോട്. റൈറ്റ്. സോ മേക്സ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. എന്തായാലും ഞങ്ങളുടെ ആദ്യത്തെ ഇൻട്രാക്ഷനാ. താങ്ക് യു. അതെ, ആദ്യത്തെ നമ്മുടെ ഒരു ലൈവ് ഇൻട്രാക്ഷൻ ആയിരുന്നു ഒരു വ്യൂവറുമായിട്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഈ വീഡിയോ ലൈവായിട്ട് കാണുന്നതല്ല, ഈ വീഡിയോ നമ്മൾ കട്ട് ചെയ്ത് ഇടുമ്പോഴത്തേനും കാണുന്ന ആൾക്കാർക്കാണെങ്കിലും നിങ്ങളുടെ തോട്ട്സും ഒപ്പീനിയനും സംഭവങ്ങൾ നമ്മുടെ ഈ ഹൈഡ്രേഷൻ ബ്രേക്ക് എന്നുള്ള പുതിയൊരു കോൺസെപ്റ്റിൽ എന്തായാലും പറഞ്ഞറിയിക്കുക. നിങ്ങളുടെ ഈ ഇന്നത്തെ കണ്ടിട്ട് നിങ്ങളുടെ ഈ പർട്ടിക്കുലർ വീഡിയോ കണ്ടതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോട്ട്സും കമൻറ്റും ഉണ്ടെങ്കിൽ താഴെ പറഞ്ഞറിയിക്കുക. നമുക്ക് എന്തെങ്കിലും ബെറ്റർ ആക്കാനുണ്ടെങ്കിൽ അതും പറഞ്ഞറിയിക്കുക. ടോപ്പിക്കുകളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇനി സജഷനും സംഭവം ഉണ്ടെങ്കിൽ അതും പറഞ്ഞറിയിക്കുക. ആൻഡ് അത് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ പോലെ നമ്മളെല്ലാ ഫ്രൈഡേ ഈവനിങ്ങിലുമാണ് നമ്മുടെ ലൈവും സംഭവം പോകുന്നത്. അപ്പോൾ എപ്പോഴൊക്കെ ലൈവ് കാണണമെങ്കിൽ അത് നമ്മുടെ കനേഡിയൻ ടൈം 9 PM ആണ്. അപ്പോൾ അതനുസരിച്ച് ഇല്ലെങ്കിൽ 8 PM അപ്പോൾ ആ ഒരു സമയം അനുസരിച്ചായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ അഗെയിൻ എന്തെങ്കിലും തോട്ട്സ് ഞാൻ പറഞ്ഞല്ലോ ഉണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാം. ദാറ്റ് ബീങ് സെഡ് ഇന്നത്തെ എപ്പിസോഡ് റാപ്പ് അപ്പ് ചെയ്യാണ്. സോ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. സബ്സ്ക്രൈബ്.